സാറേ, ഹമാസിൻ്റെ കൊല്ലപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് യാഹ്യ സിൻവാർ, മറ്റൊന്ന് ഇസ്മായിൽ ഹനിയ. ഇതിൽ യാഹ്യ സിൻവാറിൻ്റെ ഭാര്യ തുർക്കിയിൽ പോയി മറ്റൊരാളെ കല്യാണം കഴിച്ചു. ഇനി ഇസ്മായിൽ ഹനിയുടെ കാര്യം വന്നാൽ, ഇസ്മായിൽ ഹനിയുടെ മകൻ്റെ ഭാര്യ, അവരുടെ ഉമ്മയുടെ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ജോർദാനിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അവർ പെർഫ്യൂം കച്ചവടം ചെയ്യുന്നു. ഭർത്താവും മക്കളും ഒക്കെ മരിച്ചു പോയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ മറ്റു രാജ്യത്തിൽ പോയി സുഖമായ ജീവിതം നയിക്കുന്നു. ഇവർക്ക് വേണ്ടി ഇവർക്കൊപ്പം പോരാടിയിരുന്ന ഹമാസിൻ്റെ ആളുകളൊക്കെ ഇപ്പോഴും ദുരിതത്തിൽ. അപ്പം ഗാസക്കാർക്ക് സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാവില്ലേ ഗാസയിലുള്ള പലസ്തീൻ അനുകൂലികൾ? അല്ലെങ്കിൽ അത് ഹമാസിന്റെ 2 വലിയ നേതാക്കള് അവര് കൊല്ലപ്പെട്ടു. ശരിക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ശുഹദാക്കൾ ആണ്, രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികൾ അവര് പലസ്തീനിൽ ജീവിച്ചല്ലേ, പലസ്തീൻകാർക്ക് വേണ്ടി ഗാസയിലും ഒക്കെ ജീവിച്ച് ദുരിതവും ഒക്കെ അനുഭവിച്ച ആളുകളാണ്. പക്ഷെ അവരുടെ 2 ബന്ധുക്കള്, ഭാര്യയും മരുമകളും, അവര് ആഡംബര ജീവിതം തേടി പുനർവിവാഹമൊക്കെ ആയിട്ട് ഇപ്പോൾ കഴിയാണ്. അത് ഗാസയിലെ പലസ്തീൻകാരെ ശുഭിതരാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇസ്മായിൽ ഹാനിയുടെ മകൻ്റെ ഭാര്യ ജോർദാനിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവര് ഇസ്മായിൽ ഹാനിയുടെ പേര് തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റിയിട്ട് ആ ബ്രാൻഡിലാണ് ഒരു പെർഫ്യൂം പുറത്തിറക്കിയിരിക്കുന്നത്. ലക്ഷറി ഐറ്റങ്ങൾ അല്ലേ, ആഡംബര ജീവിതത്തിനുള്ള അതിൻ്റെ ബിസിനസ്സാണ് ഇസ്മായിൽ ഹാനിയുടെ മകൻ്റെ ഭാര്യ ജോർദാനിൽ ചെയ്യുന്നത്. അവരുടെ പേര് ഇനസ് ഹാനി എന്നാണ്. അത് ഹസീമിൻ്റെ ഭാര്യ, ഇസ്മായിൽ ഹാനിയുടെ മകൻ ഹസീമിൻ്റെ ഭാര്യ ഇനസ് ഹാനിയാണ് ഇപ്പോൾ ജോർദാനിലുള്ളത്. അവരും പുനർവിവാഹം ചെയ്തു. അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടിരുന്നു, 2 മക്കളും കൊല്ലപ്പെട്ടിരുന്നു. ഭർത്താവ് ഹസീം കൊല്ലപ്പെട്ടിരുന്നു, 2 മക്കൾ കൊല്ലപ്പെട്ടു. ഭർത്താവിൻ്റെ സഹോദരന്മാരും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ. അപ്പോൾ ഇവര് ഈ കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം, ഇസ്രയേലിൻ്റെ ആക്രമണത്തിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ താരമായിരുന്നു ഇവർ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് പിന്നെ അവർ ആ താരപദവി ഉപയോഗിച്ചിട്ടാണ് ഈ ആഡംബര വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബ്രാൻഡ് അംബാസഡറും ആയി സ്വയം. അങ്ങനെ അവർ ഗാസ വിട്ടു. ഗാസ വിടുമ്പോൾ അമ്മയുടെ ചികിത്സയ്ക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ജോർദാനിലേക്ക് പോയത്. കാരണം ഞാൻ ആഡംബര വസ്തുക്കൾ വിൽക്കാൻ പോവുകയാണെന്ന് പലസ്തീൻകാരോട് പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പോയി ജോർദാനിൽ അവർ പുനർവിവാഹം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അറബ് നേതാക്കൾക്കെതിരെ ആണ് ഇവർ ആദ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നത്. അറബ് രാജ്യങ്ങളുടെ നേതാക്കൾക്കെതിരെ അവർ പലസ്തീൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, ഗാസയെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു അറബ് നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ഒരു പോസ്റ്റിൽ അവർ പറഞ്ഞു, എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളൊന്നും സ്വർഗത്തിലെത്തില്ല എന്ന് അറബ് നേതാക്കൾക്ക് ഭീഷണി. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഇനി ഹൂറിപാദം പോകില്ല എന്നാണല്ലോ ഈ പറയുന്നത്. ഹൂറികളുടെ അടുത്തൊന്നും നിങ്ങൾ പോവില്ല, സ്വർഗത്തിലും പോവില്ല, നിങ്ങൾ നരകത്തിലായിരിക്കും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലസ്തീന് വേണ്ടി വാദിക്കുന്നു എന്ന്, പലസ്തീനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഭാവിച്ച ഈ സ്ത്രീയാണ് ഇപ്പോൾ ജോർദാനിൽ പോയി സുഖജീവിതം നയിക്കുന്നത്. അതാണ് മറ്റേ ഹമാസുകാർക്കും ഗാസയിലെ പലസ്തീൻകാർക്കും ഇഷ്ടപ്പെടാത്തതും അവർ ശുഭിതരായിരിക്കുന്നു. വഞ്ചിച്ചു, ഒറ്റി എന്നുള്ള തോന്നലാണ് ഈ 2 സ്ത്രീകളും ചെയ്തു എന്നുള്ള തോന്നലാണ്. അപ്പോൾ പലസ്തീൻ ലോകത്ത് ഇവർ വെറുക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ്. ഇവരിങ്ങനെ ഡിജിറ്റൽ ലോകത്തിലേക്ക് പോയി പലസ്തീനുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് ഇവർ, പ്രമാണിമാരാണ്. പലസ്തീൻ ജനതയിലെ പ്രമാണിമാരാണ്, അവരിങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള വികാരമാണ് ഈ ഗാസയിലെ പലസ്തീൻകാർ പ്രകടിപ്പിക്കുന്നത്. ഗാസയിലെ സാധാരണ പലസ്തീൻകാരൻ്റെ ജീവിതമാണല്ലോ ഇപ്പോൾ. ഇവരൊക്കെ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇസ്രയേൽ അവരെ പട്ടിണിക്കിട്ടിരിക്കുന്നു എന്നല്ലേ അവർ പറയുന്നത്.
കാരണം സഹായം, മരുന്ന്, ഭക്ഷണം ഇതൊക്കെ വല്ലപ്പോഴും ഇസ്രയേല് ഈ അനുവദിച്ചാൽ മാത്രമല്ലേ കിട്ടുള്ളൂ. UN സഹായമാണെങ്കിലും ഇത് ഇസ്രയേലിന്റെ ക്രോസിംഗിൽ കൂടിയല്ലേ ഇത് കടന്നു പോകേണ്ടത്. അതെ. പിന്നെ മാത്രമല്ല ഈ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്താനായിട്ട് ഇസ്രയേൽ തന്നെ ഒരു മനുഷ്യാവകാശ സംഘടനയൊക്കെ രൂപീകരിക്കുകയും ചെയ്തു. അത് ഇവർക്ക് വലിയ തടസ്സം. ഇവരുടെ മനുഷ്യാവകാശ സംഘടനയുടെ ആളെയൊക്കെ അവർ പുറത്താക്കും. UN ആളിനെയും പുറത്താക്കും. ഇനി അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ അവിടെ ഒരു കഫേയിലും ഒക്കെ ആക്രമണമൊക്കെ നടത്തിയിരുന്നു. പിന്നെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നാൽ തന്നെ ഇത് ആക്രമിക്കുമല്ലോ കുറെ ആളുകൾ. ആക്രമിച്ചെടുത്തിട്ട് ബ്ലാക്ക് മാർക്ക് കരിഞ്ചന്തയിൽ വിൽക്കും. ഒരു സിഗരറ്റിന് 500 രൂപ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും വിൽക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നത് ഈ ഇസ്മയിൽ ഹാനിയുടെ മകൻ്റെ ഭാര്യ ജോർദാനിൽ പോയിട്ട് ഡിസൈനർ ബാഗുകൾ വിൽക്കുന്നു. പിന്നെ ആക്സസറീസ്, ആഡംബരത്തിൻ്റെ വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് അവർ. ഹാനിയയുടെ പേരിലാണ് പെർഫ്യൂം. ആ ബ്രാൻഡിൻ്റെ പേര് IH ഗാസ എന്നാണ്. ഇസ്മയിൽ ഹാനിയുടെ IH എടുത്തിട്ട് ഗാസയും. അപ്പോൾ ഇസ്മയിൽ ഹാനിയെയും വിൽക്കുന്നു, ഗാസയും വിൽക്കുന്നു അവര്. ആഡംബര ബാഗുകൾ, പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഇവര് എന്തിനാണ് അപ്പോൾ ഈ സ്ഥലം വിട്ടുപോയത്? ഇതാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ എഴുതിയതാണ്. എന്തിനാണ് ഈ സ്വർഗം വിട്ടത് എന്നാണ് ഗാസയിലുള്ളവർ ചോദിക്കുന്നത്. അപ്പോൾ JS എന്നും പറഞ്ഞ് ഒക്കെ ഇവർ ബ്രാൻഡിലൊക്കെ ഇറക്കുന്നുണ്ട്. ഈ റെഫ്യൂജി എന്നൊക്കെയുള്ള സ്റ്റാറ്റസൊക്കെ വെച്ച് ജോർദാനിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരുടെ മറ്റേ സിൻവറിൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞാൽ സിൻവറിൻ്റെ വിധവ സമർ അബു സമർ എന്നാണ് അവരുടെ പേര്. അവർ ഗാസ വിട്ട് തുർക്കിയിൽ പോയിട്ടാണ് പുനർവിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വ്യാജ പാസ്പോർട്ട്, വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടാണ് കടന്നിരിക്കുന്നത് തുർക്കിയിലേക്ക്. ഗാസയിൽ നിന്ന് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇസ്രയേലും ഒക്കെ ശ്രദ്ധിക്കൂല്ലേ, അപ്പുറത്ത് ഈജിപ്തും. അപ്പോൾ റഫ ക്രോസിംഗ് വഴിയാണ് ഇവർ കടന്നത്, വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഹമാസ് നേതാക്കളുടെ ഇങ്ങനെയുള്ള പലായനം കൊണ്ട് അണികൾ ക്ഷുഭിതരാണിപ്പോൾ. ഇവര് മുമ്പ് കുട്ടികളുമായിട്ടൊക്കെ നിലവറയിലൊക്കെ കണ്ടിരുന്നതാണ്. സിൻവറിന്റെ കൂടെ ഒരു ബാഗിന്റെ അല്ലേ വലിയ വിലയുള്ള 32 ലക്ഷം രൂപയുടെ ബാഗ് തുരങ്കത്തിലും ഉണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വിദേശ ഫണ്ട് ഇവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഇവർ കടന്നിരിക്കുന്നത് തുർക്കിയിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ കടക്കാൻ സഹായിച്ചത് ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ഫാത്തി അഹമ്മദ് ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫാത്തി അഹമ്മദ് സഹായിച്ചിട്ടാണ് ഈ വ്യാജരേഖകളൊക്കെ കിട്ടിയത്, തുർക്കിയിലേക്ക് പോകാൻ പറ്റിയത്. അയാൾ മുമ്പും പലരെയും കടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർ നേരത്തെ ഹെർമസ് ബിർക്കിൻ ഹാൻഡ് ബാഗ്, വലിയ വിലയുള്ള വലിയ ബ്രാൻഡാണ്, അതാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നതായിട്ട് നേരത്തെ വന്നിരുന്നത്, ബിർക്കിൻ ബാഗ്. അപ്പോൾ സിൻവർ ഒക്ടോബറിലാണ് കൊല്ലപ്പെട്ടത് അല്ലേ? ഒരു ഡ്രോണിനെ അദ്ദേഹം ഒരു വടിയെടുത്ത് വണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിൻവറിന്റെ സഹോദരൻ മുഹമ്മദിന്റെ ഭാര്യ നജു ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. സിൻവറിന്റെ സഹോദരൻ മുഹമ്മദിന്റെ ഭാര്യ നജുവ, കാരണം അവരും ഗാസ വിട്ടു എന്ന് കിംവദന്തി ഉണ്ട്. ഭർത്താവ് നേരത്തെ പോയതാണ്. ഈ തുർക്കി മറ്റേ കുട്ടികളും തുർക്കിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭർത്താവ് നേരത്തെ ഈ ആക്രമണത്തിന് മുമ്പ് തന്നെയൊക്കെ പോയതായിട്ടാണ്, സ്ഥലം വിട്ടതായിട്ടാണ് പറയുന്നത്. സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദിൻ്റെ ഭാര്യ നജുവയും തുർക്കിയിലേക്ക് കടന്നതായിട്ട് സംശയമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മക്കള് തുർക്കിയിലും ഖത്തറിലും, ഞങ്ങൾ താമസിക്കുന്നത് ശ്മശാനത്തിലും എന്നാണ് ഇപ്പോൾ ഗാസയിലെ പലസ്തീൻകാർ പറയുന്നത്. അതായത് പല ഭാഗത്തുനിന്ന് വരുന്ന ഫണ്ടുകൾ ഇവർ കൃത്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാതെ ഇസ്മയിൽ ഹനിയ അല്ലെങ്കിൽ ഈ പറയുന്ന യാഹിയ സിൻവർ പോലെയുള്ള നേതാക്കൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് ഈ ഇവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഗാസയിൽ ഹമാസിന്റെ താഴേക്കടയിലുള്ള അവർ കൊല്ലാനും ചാകാനുമായിട്ട് നടക്കുന്നു. ഇത് അവർ തിരിച്ചറിയുകയാണ് ഇപ്പോൾ അല്ലേ? അതെ അതെ. ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഖത്തറിൽ ഇവരുടെ നേതാക്കൾ സുഖവാസമായിരുന്നു. സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് വലിയ
മിനാരങ്ങളിലോ അല്ലേ അതെ, വലിയ വലിയ നിക്ഷേപമൊക്കെ അരമനകളിലും നടത്തി ബംഗ്ലാവുകളിലും ഒക്കെയാണ് താമസിച്ചിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിദേശ ഫണ്ടുകളൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന്. അപ്പൊ വ്യാജ പാസ്പോർട്ടുകള്, ചികിത്സാ രേഖകള്, ചില എംബസികളും ഒക്കെ ആയിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കടന്ന ആളുകൾക്ക്. മുഹമ്മദ് ദെയ്ഫ് എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടല്ലോ, ഇസ്രയേൽ കൊന്നത്. ഈ മുഹമ്മദ് ദെയ്ഫിന്റെ ഭാര്യ ഉമൽ ഖാലിദ് ചെറിയ വീട്ടിൽ ഇപ്പോഴും ഗാസയിൽ താമസിക്കുന്നുണ്ടെന്ന്, 3 കുട്ടികളുമായിട്ട്, 4 കിടക്കകളൊക്കെ ആയിട്ട്, പിന്നെ ഒരു പായ ഒക്കെ വിരിച്ച് ആണ് അവർ കഴിയുന്നത്. ഞാൻ പലായനം ചെയ്യില്ല എന്ന് മുഹമ്മദ് ദെയ്ഫിന്റെ ഭാര്യ നിലപാടെടുത്തിട്ടുമുണ്ട് ഈ ചെറിയ വീട്ടില്. അവർ 2007 മുതൽ ഗാസയിൽ തന്നെയാണ്, ഹമാസിന്റെ ഒക്കെ കൂടെയാണ്. അപ്പൊ ഇവരാണ്, മുഹമ്മദ് ദെയ്ഫിന്റെ ഭാര്യയാണ് അവരുടെ മാതൃക പലസ്തീൻകാരുടെ. ഇവർ രണ്ടുപേരും അവരെ ഒറ്റി എന്നുള്ള വികാരമാണ് അവർക്കുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.